നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാന മന്ത്രിസഭാ യോഗം സ്വകാര്യ സർവകലാശാല ബില്ലിന് അനുമതി നൽകി. നിയമസഭയുടെ നടപ്പ് സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കുമെന്നാണ് വിവരം. വിസിറ്റർ തസ്തിക ഒഴിവാക്കിക്കൊണ്ടാണ് കരട് ബില്ലിന് അനുമതി നൽകിയത്. CPIയുടെ എതിർപ്പ് മൂലമാണ് മാറ്റം. ഫീസിലും വിദ്യാർത്ഥി പ്രവേശനത്തിലും സർക്കാരിന് നിയന്ത്രണമില്ലാതെയാണ് സ്വകാര്യ സർവകലാശാല കരട് ബില്ല് തയ്യാറാക്കിയത്. സർവകലാശാലകളുടെ ഭരണപരമായ കാര്യങ്ങളിൽ സർക്കാരിന് അധികാരങ്ങളുണ്ടാകും. നിയമം ലംഘിച്ചാൽ 6 മാസം മുമ്പ് നോട്ടീസ് നൽകി സർവകലാശാല പിരിച്ചുവിടാൻ സർക്കാരിന് അധികാരമുണ്ടാകും. പരാതി ഉന്നയിച്ച വകുപ്പ് മന്ത്രിമാരുമായി ചർച്ച നടത്തി തിങ്കളാഴ്ച മന്ത്രിസഭാ യോഗം ബില്ലിന് അംഗീകാരം നൽകും. മൾട്ടി ഡിസിപ്ലിനറി കോഴ്സുകൾ ഉള്ള സ്വകാര്യ സർവകലാശാലകളിൽ ഫീസിനും പ്രവേശനത്തിനും സർക്കാർ നിയന്ത്രണമുണ്ടാകില്ല. അധ്യാപക നിയമനത്തിലും ഇടപെടാനാകില്ല. പക്ഷേ സർവകലാശാലയുടെ ഭരണപരമോ സാമ്പത്തികപരമായ വിവരങ്ങളും റെക്കോർഡുകളും വിളിച്ചു വരുത്താൻ സർക്കാരിന് അധികാരമുണ്ടാകും. സനൽകുമാർ ശശിധരനെതിരായ പരാതി. ഭീഷണി നേരിടുന്നതായി നടി. സംവിധായകൻ സനൽകുമാർ ശശിധരനെതിരായ പരാതിയിൽ കോടതിയിൽ രഹസ്യമൊഴി നൽകി നടി. ഭീഷണി നേരിടുന്നതായും നടി നൽകിയ മൊഴിയിൽ വ്യക്തമാക്കുന്നു. ആലുവ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് നടി രഹസ്യമൊഴി നൽകിയിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ചെന്നാണ് നടിയുടെ പരാതി. അതേസമയം സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനിച്ചെന്ന പ്രമുഖ നടിയുടെ പരാതിയിൽ സനൽകുമാർ ശശിധരനെതിരെ പോലീസ് ലുക്കൌട്ട് സർക്കുലർ ഇറക്കിയിരുന്നു. കൊച്ചി സിറ്റി പോലീസാണ് ലുക്കൌട്ട് സർക്കുലർ ഇറക്കിയത്. സനൽകുമാർ ശശിധരൻ അമേരിക്കയിൽ എന്നാണ് വിവരം. ഭാരതീയ ന്യായ സംഹിത പ്രകാരം 78, IT ആക്ട് 67 എന്നിവ ചുമത്തിയാണ് എളമക്കര പോലീസ് കേസെടുത്തിരിക്കുന്നത്. കയർ ബോർഡിലെ തൊഴിൽ പീഡന പരാതി. ഇരയായ ജീവനക്കാരി മരിച്ചു. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള കയർ ബോർഡിന്റെ കൊച്ചി ഓഫീസിൽ ഗുരുതര തൊഴിൽ പീഡനം നേരിട്ട ജീവനക്കാരി മരിച്ചു. യുവതി ഗുരുതരാവസ്ഥയിലായത് തൊഴിൽ പീഡനം മൂലമെന്ന് കുടുംബം ആരോപിച്ചു. തലച്ചോറിലെ രക്തസ്രാവത്തെ തുടർന്നാണ് വനിതാ ഓഫീസർ ജോളി മധു മരിച്ചത്. ഒരാഴ്ചയായി വെന്റിലേറ്റർ സഹായത്തോടെ ജീവൻ നിലനിർത്തുകയായിരുന്നു. കൊച്ചി സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ക്യാൻസർ അതിജീവതയും വിധവയുമായ ജോളി സ്ഥാപനത്തിൽ നിരന്തരം മാനസിക പീഡനത്തിന് ഇരയായെന്ന് കുടുംബം ആരോപിച്ചിരുന്നു. കയർ ബോർഡ് ഓഫീസ് ചെയർമാൻ, സെക്രട്ടറി, അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് എന്നിവർക്കെതിരെയായിരുന്നു ആരോപണം. തൊഴിൽ പീഡനത്തിനെതിരെ ജോളി നൽകിയ പരാതികളെല്ലാം അവഗണിക്കപ്പെട്ടു. കേന്ദ്ര സഹമന്ത്രി ശോഭ കരന്തലജയെ നേരിൽ കണ്ട് പരാതി നൽകിയിരുന്നുവെന്നും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നടപടിയെടുത്തില്ലെന്നും കുടുംബം ആരോപിച്ചിരുന്നു. PM പോർട്ടിലും പരാതി നൽകിയിരുന്നു. കടലിൽ അഴുകിയ നിലയിൽ കണ്ടെത്തിയ സ്ത്രീയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞു. തൃക്കുന്നപ്പുഴയിൽ കടലിൽ കണ്ടെത്തിയ മൃതദേഹം ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു. ചേർത്തല മാരാരിക്കുളം വടക്ക് പഞ്ചായത്ത് 18-ാം വാർഡിൽ കാരക്കാട്ട് ബെന്നിയുടെ ഭാര്യ മോളിയാണ് മരിച്ചത്. 58 വയസ്സായിരുന്നു. ശനിയാഴ്ച മുതൽ ഇവരെ കാണാനില്ലായിരുന്നു. പുലർച്ചെ 2:30 ഭർത്താവ് ബെന്നിക്ക് കടലിൽ മത്സ്യബന്ധനത്തിന് പോകുന്നതിന് മുമ്പ് ചായ ഇട്ട് കൊടുത്തിരുന്നു. രാവിലെ മകൾ ഉറക്കമുണർന്നപ്പോൾ വാതിൽ പുറത്തുനിന്നും പൂട്ടിക്കിടക്കുകയായിരുന്നു. തിങ്കളാഴ്ച രാവിലെയാണ് മൃതദേഹം തൃക്കുന്നപ്പുഴ കടലിൽ കണ്ടത്. മത്സ്യത്തൊഴിലാളികൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് തോട്ടപ്പള്ളി തീരദേശ പോലീസ് എത്തി മൃതദേഹം കരക്കെത്തിച്ച ശേഷം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ഇവിടെ വെച്ചാണ് ബന്ധുക്കൾ ആളെ തിരിച്ചറിഞ്ഞത്. 9 വയസ്സുകാരി കോമയിലായ അപകടം. 1 വർഷത്തിന് ശേഷം പ്രതി പിടിയിൽ. വടകരയിൽ 9 വയസ്സുകാരി ദൃശാനയെ കോമയിലാക്കിയ വാഹനാപകടത്തിലെ പ്രതി ഷൈജിലിനെ കേരള പോലീസ് കസ്റ്റഡിയിലെടുത്തു. വടകര പോലീസ് കോയമ്പത്തൂർ വിമാനത്താവളത്തിലെത്തിയാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. പ്രതിയെ ഇന്ന് രാവിലെയാണ് പിടികൂടിയത്. പേടികൊണ്ടാണ് ഇത്രയും നാൾ പോലീസിന് മുന്നിൽ കീഴടക്കാതിരുന്നതെന്ന് പ്രതി ഷൈജിൽ പറഞ്ഞു. 9 വയസ്സുകാരി ദൃശാനയെ കോമാസ്ഥിതിയിലാക്കുകയും മുത്തശ്ശി ബേബിക്ക് ജീവൻ നഷ്ടമാവുകയും ചെയ്ത അപകടത്തിന് കാരണക്കാരനായ പ്രതി സംഭവം നടന്ന 1 വർഷത്തിന് ശേഷമാണ് പിടിയിലാകുന്നത്. സ്റ്റേജ് കെട്ടാനുള്ള സ്ഥലമല്ല റോഡ്. ഹൈക്കോടതിയിൽ ഹാജരായ രാഷ്ട്രീയ നേതാക്കൾക്ക് രൂക്ഷ വിമർശനം. വഴി തടഞ്ഞുള്ള സമരത്തെ തുടർന്നുള്ള കോടതി അലക്ഷ്യ കേസിൽ CPM കോൺഗ്രസ് നേതാക്കൾ കോടതിയിൽ ഹാജരായി. CPM നേതാക്കളായ M വിജയകുമാർ, കടകംപള്ളി സുരേന്ദ്രൻ, VK പ്രശാന്ത്, V ജോയി, പന്ന്യൻ രവീന്ദ്രൻ, ബിനോയ് വിശ്വം, കോൺഗ്രസ് നേതാക്കളായ TJ വിനോദ് MLA, ഡൊമിനിക് പ്രസന്റേഷൻ, എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് എന്നിവരാണ് ഹൈക്കോടതിയിൽ ഹാജരായത്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നിർദ്ദേശമനുസരിച്ചാണ് ഇവർ നേരിട്ട് ഹാജരായത്. കോടതി അലക്ഷ്യ ഹർജി ഹൈക്കോടതി പരിഗണിക്കുകയാണ്. വിഷയത്തിൽ രൂക്ഷ വിമർശനമാണ് ഹൈക്കോടതി ഉന്നയിച്ചത്. പൊതുവഴികളും നടപ്പാതകളും പ്രതിഷേധത്തിനുള്ളതല്ലെന്ന് ഹൈക്കോടതി വിമർശിച്ചു. ക്രൈംബ്രാഞ്ച് SP സോജന് മേൽനോട്ട ചുമതല. സംസ്ഥാനമാകെ അന്വേഷണത്തിന് പ്രത്യേക സംഘങ്ങളെ രൂപീകരിച്ചു.
ഓരോ ജില്ലയിലും ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലാണ് സംഘങ്ങൾ. ആവശ്യമെങ്കിൽ ലോക്കൽ പോലീസിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെയും അന്വേഷണത്തിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഓരോ ജില്ല കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിന്റെയും മേൽനോട്ട ചുമതല എറണാകുളം ക്രൈംബ്രാഞ്ച് SP സോജനാണ്. ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്ത എറണാകുളം, ഇടുക്കി ജില്ലകളിലെ കേസുകൾ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അന്വേഷിക്കും. ജില്ലയിൽ ആകെയുള്ള കേസുകൾ ക്രൈംബ്രാഞ്ച് ADGP പരിശോധിക്കും. അതിനിടെ പാലക്കാട് ഒറ്റപ്പാലത്ത് 2 കേസുകൾ രജിസ്റ്റർ ചെയ്തു. സോഷ്യോ എക്കോണമിക് ആൻഡ് എൻവയോൺമെന്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റിക്കെതിരെയാണ് കേസ്. ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടം. റിട്ടയർഡ് SI മരിച്ചു. തൃശൂർ ഓട്ടുപാറ സെന്ററിൽ വെച്ചുണ്ടായ അപകടത്തിലാണ് സ്കൂട്ടർ യാത്രികനായ എങ്കക്കാട് സ്വദേശി പത്മനാഭൻ നായർ മരിച്ചത്. 86 വയസ്സായിരുന്നു. ഉടൻ തന്നെ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മൃതദേഹം ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടു നൽകും. 19-കാരിയായ അഗ്നിവീർ കോഴ്സ് വിദ്യാർത്ഥിനി വീട്ടിനുള്ളിൽ മരിച്ച നിലയിൽ. അധ്യാപകനെതിരെ ആരോപണവുമായി അമ്മ. പത്തനംതിട്ട കോന്നി മുറിഞ്ഞകല്ലിലാണ് സംഭവം. 19-കാരി ഗായത്രിയാണ് വാടക വീട്ടിൽ മുറിക്കുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആർമി റിക്രൂട്ട്മെന്റ് പരിശീലന കേന്ദ്രത്തിലെ അധ്യാപകന്റെ മാനസിക പീഡനമാണ് ആത്മഹത്യക്ക് കാരണമെന്ന് അമ്മ ആരോപിച്ചു. ഹോട്ടൽ ജീവനക്കാരിയായ അമ്മ ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തിയപ്പോഴാണ് മുറിക്കുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ മകളെ കാണുന്നത്. അടൂരിലെ ആർമി റിക്രൂട്ട്മെന്റ് പരിശീലന കേന്ദ്രത്തിലെ അഗ്നിവീർ കോഴ്സ് വിദ്യാർത്ഥിനിയാണ്. സ്ഥാപനത്തിലെ അധ്യാപകനായ വിമുക്ത ഭടനെതിരെയാണ് അമ്മ രാജി ആരോപണം ഉന്നയിച്ചത്. അധ്യാപകൻ വൈരാഗ്യത്തോടെ ഗായത്രിയോട് പെരുമാറിയെന്നും മാനസികമായി പീഡിപ്പിച്ചെന്നും ഇതാണ് മകളെ മരണത്തിലേക്ക് തള്ളിവിട്ടതെന്നും രാജി ആരോപിച്ചു. കൊല്ലം കോർപ്പറേഷൻ മേയർ പ്രസന്ന ഏണസ്റ്റ് രാജിവെച്ചു. മുന്നണിയിലെ ധാരണ പ്രകാരമാണ് രാജി. അവസാന 1 വർഷം മേയർ സ്ഥാനം CPIക്ക് നിന്നായിരുന്നു മുന്നണിയിലെ ധാരണ. കാലാവധി കഴിഞ്ഞിട്ടും പ്രസന്ന ഏണസ്റ്റ് മേയർ സ്ഥാനം ഒഴിയാത്തതിൽ CPI പ്രതിഷേധത്തിലായിരുന്നു. പലവട്ടം ഇക്കാര്യം മുന്നണിയിൽ ഉന്നയിച്ചിട്ടും ഫലം കാണാതെ വന്നതോടെ ഡെപ്യൂട്ടി മേയർ സ്ഥാനവും 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനങ്ങളും CPI രാജിവെച്ചിരുന്നു. ഫെബ്രുവരി 5-നായിരുന്നു സ്ഥാനങ്ങൾ CPI അംഗങ്ങൾ രാജിവെച്ചത്. അന്ന് തന്നെ ഫെബ്രുവരി 10-ന് താൻ സ്ഥാനമൊഴിയുന്നുവെന്ന് പ്രസന്ന ഏണസ്റ്റ് വ്യക്തമാക്കിയിരുന്നു. ഇത് പ്രകാരമാണ് ഇന്നത്തെ രാജി.